പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി വചനവും സാക്ഷ്യവും എന്ന പ്രോഗ്രാമിൽ കൂടി പ്രത്യേകിച്ച് ഈ സമയത്ത് വചനം അല്പസമയം കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകുന്നതിനോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ കൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വീക്ഷിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവിനോട് കൂടെ അല്പസമയം നമ്മൾ ചിലവഴിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമുക്കറിയാം, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കേണ്ടത്, ദൈവമായി അഭേദ്യമായൊരു ബന്ധം പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യരായിരിക്കുന്ന നമ്മെ എല്ലാവരെയും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ചതായ, നമ്മെ പരിപാലിക്കുന്നതായ, നമ്മെ ദിനംതോറും നടത്തുന്നതായ ദൈവമായുള്ള കൂട്ടായ്മ എന്നത്, അഭേദ്യമായൊരു ബന്ധം പുലർത്തുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ കഴിയാത്തതായ വലിയ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ചരിത്ര സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേദവചനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ദൈവവുമായിട്ട് ചേർന്നിരുന്നതായ, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നടന്നതായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവം എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിച്ചതായ വ്യക്തികളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അവരെല്ലാം ചരിത്രത്തിൻ്റെ തന്നെ ഭാഗങ്ങളാക്കി ലോകത്തെ തന്നെ തകിടം മറിക്കത്തക്ക രീതിയിൽ അത്ഭുതകരമായി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ദൈവവുമായി ഏറ്റവും ചേർന്ന് നിൽക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. കാരണം ഈ ദൈവത്തിന് മാത്രമേ, നമ്മെ സൃഷ്ടിച്ചവനായ, നമ്മുടെ ഉടയവനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം നമ്മെ സൃഷ്ടിച്ചു, നമ്മെ ഈ ഭൂമിയിലാക്കി. അതേപോലെ അതോടൊപ്പം തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് വളരുവാൻ കഴിയാതിരുന്നതായ മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് പാപം കടന്നു വന്നുകൊണ്ട് പാപത്തിൽ കൂടി ദൈവത്തിൽ നിന്നും അവൻ അകലപ്പെടുവാനിടയായി. പാപത്തിൽ കൂടി അവൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നു. പാപത്തിൽ കൂടി അവൻ്റെ ജീവിതത്തിലേക്ക് നാശങ്ങൾ കടന്നു വന്നു. എന്നാൽ ഇതാ, തന്നിൽ നിന്നും താൻ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യനെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നതായ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ദൈവത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനുശേഷം ദൈവം മനുഷ്യനെ, അവനെ നഷ്ടപ്പെട്ടതായ ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക്, അല്ലെങ്കിൽ അവനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു, അവനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആ സ്വപ്നത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമുക്കറിയാം, ഹല്ലേലൂയ, പ്രവാചകന്മാരെ അയച്ചു, ഹല്ലേലൂയ, പുരോഹിതന്മാരെ അയച്ചു, ഹല്ലേലൂയ, അനേകം യാഗങ്ങളും കൽപ്പനകളും ആജ്ഞകളും ഒക്കെ ദൈവം കൊടുത്തു. എന്നാൽ അവിടെയെല്ലാം വീണ്ടും വീണ്ടും മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകലപ്പെട്ടുകൊണ്ടേയിരുന്നു, വീണുപോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവസാനം ഹല്ലേലൂയ, സ്വപുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർത്തുകൊണ്ട് നമ്മെ നഷ്ടപ്പെട്ടതായ ദൈവമുള്ള ബന്ധത്തെ കൂട്ടിയിണക്കുവാൻ, നമ്മൾ ജീവിതത്തിൽ ഹല്ലേലൂയ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നതായ അതിൻ്റെ ഫലമായ മരണവും ഹല്ലേലൂയ നിത്യ നരകവും എല്ലാം എടുത്തു മാറ്റുവാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർത്തു. എന്തിനാണ്? നമുക്ക് നഷ്ടപ്പെട്ടതായ സൗഭാഗ്യങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടതായ ദൈവവുമായുള്ള ബന്ധത്തെ, നമുക്ക് നഷ്ടപ്പെട്ടതായ നിത്യജീവനെ തിരികെ നൽകുവാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, നിത്യജീവനെ തിരികെ നൽകുവാൻ വേണ്ടി കർത്താവിനെ ഹല്ലേലൂയ തൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മെ മാറ്റുവാൻ വേണ്ടി, കർത്താവിൻ്റെ ശിരസ്സോളം അല്ലെങ്കിൽ നിത്യജീവന അവകാശിയായി മാറുവാൻ തക്കവണ്ണം നമ്മെ പണിതെടുക്കുവാൻ, നമ്മെ മാറ്റിയെടുക്കുവാൻ സ്വന്തം പുത്രനെ കർത്താവ് ഭൂമിയിലേക്ക് അയച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഹിതം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആലോചനകൾ എന്താണ്
ഇതിലേക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടുന്നില്ല. ഇവിടെ ആയിരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും? എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ജോലി കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബന്ധം കൊണ്ട് എങ്ങനെ എൻ്റെ സുഹൃത്ത് വലയത്തിൽ കൂടി, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, താൻ സൃഷ്ടിച്ചതായ മനുഷ്യൻ, അല്ലെ, തൻ്റെ സ്വരൂപത്തിലേക്ക് തൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ തിരിയേണ്ടത് എന്നിലേക്കാണ്. അവൻ തിരിയേണ്ടത് ലോകത്തിലേക്കല്ല. എന്നാൽ അതിൽ വിശ്വാസികളായിരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന അനേകം ആളുകൾ പോലും എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവർ തിരിയുന്നത് ഹല്ലേലൂയ മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് തിരിഞ്ഞു. അവിടെയാണ് ആശ്വാസം ലഭിക്കാതെ വീണ്ടും പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികളായി വീണു പോകുവാൻ, പരാജയപ്പെടുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ പുലർത്തേണ്ടത്, ആ ബന്ധത്തെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം എനിക്ക് എന്നെ സൃഷ്ടിച്ചതായ എൻ്റെ ഉടയവനായ ദൈവമായിട്ട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നുണ്ട്? എത്രത്തോളം അവൻ്റെ വാക്കുകൾ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്? എത്രത്തോളം ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ അനുസരിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയണം, നമ്മെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിശ്വാസത്തിലായിരിക്കുന്ന, കർത്താവിനാൽ വേർതിരിക്കപ്പെട്ടവരായ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത രീതിയിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുക, എന്നാൽ എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ വളരെ പരാജയത്തിൽ കൂടി കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നതായ രോഗമെന്ന് പറഞ്ഞാൽ അതെനിക്ക് യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതായ എൻ്റെ സ്വപ്നങ്ങളെയും എൻ്റെ പ്രതീക്ഷകളെയും കെടുത്തിക്കളയുന്നതാണ്. എന്നാൽ പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ, കർത്താവിൽ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. അവനിലേക്ക് ആശ്രയിക്കുന്നതായ തൻ്റെ മക്കളെ, അവനിൽ ആശ്രയിക്കുന്നതായ മനുഷ്യനെ, ഹല്ലേലൂയ, അവൻ അത്ഭുതകരമായി വിടുവിച്ച് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കും. അതുപോലെ തന്നെ ദൈവവും നാമുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴമായിരിക്കുന്നു, ആ ബന്ധത്തിൻ്റെ തീവ്രത എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആഴവും അതിൻ്റെ ഇഴയടുപ്പം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ഹല്ലേലൂയ, എന്നതാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കേണ്ടതിന് ആധാരമായി നിൽക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 139 സങ്കീർത്തനം, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. 1-ാമത്തെ വാക്യം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നമുക്കറിയാം, ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു, ഒരുപാട് കഷ്ടങ്ങൾ കടന്നു വന്നു. അതിനെല്ലാം നടുവിലും ദൈവവുമായിട്ട് അഭേദ്യമായി ബന്ധം പുലർത്തിയതായ ഒരു ഭക്തനായിരുന്നു ദാവീദ്. ദാവീദിനെക്കുറിച്ച് പറയാത്തതായ ഒരു പ്രസംഗങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല. ഇത്രത്തോളം ഇന്നും ദാവീദ് ഇത്രത്തോളം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ നാവിൽ ദാവീദിൻ്റെ പേര് പലപ്പോഴും എപ്പോഴും ആവർത്തിച്ച് വരുന്നതിൻ്റെ കാരണം അറിയാമോ? ദൈവവുമായി താൻ അഭേദ്യമായൊരു ബന്ധം പുലർത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ തക്കവണ്ണം ദാവീദ് കണ്ടെത്തിയ സങ്കേതം ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയായിരുന്നു. ഓർക്കും, ദാവീദിൻ്റെ നമ്മുടെയും ജീവൻ ഒന്ന് തരണം ചെയ്ത് നോക്കി. തൻ്റെ ജീവിതത്തിലും ഒരു കാലത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന അനുഭവം ഉണ്ടായിരുന്നാൽ ഒരു സമയത്ത് താൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലപ്പെടുവാനിടയായി. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവനെക്കുറിച്ചുള്ളതായ പദ്ധതികൾ, ദൈവം താൻ പാപം ചെയ്തതായ കാര്യം അല്ലെങ്കിൽ ഒരു പ്രവാചകനിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ഓടി വന്ന്, ഹല്ലേലൂയ, വളരെ തീവ്രമായ വേദനയോടുകൂടി, അനുതാപത്തോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി കർത്താവിൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി, അല്ലെങ്കിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു പോയി, കർത്താവ്, ഞാൻ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, കർത്താവേ, നിന്റെ ആത്മാവിനെ എനിക്ക് തിരികെ തരണമേ, നിന്റെ ആത്മാവിനെ നിന്ന് എടുക്കരുതേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ്, നമുക്കറിയാം 51-ാമത്തെ സങ്കീർത്തനം ദാവീദ് തൻ്റെ രക്തം കൊണ്ടിടിയെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. കാരണം അത്രത്തോളം അനുതാപത്തോടുകൂടി വീണ്ടും നഷ്ടപ്പെട്ടതായ തൻ്റെ ബന്ധത്തെ ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയതായ ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും.
ഹല്ലേലൂയ. ആ ദാവീദിനെ കുറിച്ചാണ് ദൈവം പറഞ്ഞത്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന്. ഹല്ലേലൂയ. ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് പാപം ചെയ്യാതെ, പാപത്തിൽ വീണു പോകാതെ എപ്പോഴും വിശുദ്ധനായി ജീവിക്കുന്ന വ്യക്തിയല്ല. മറിച്ച് ഈ നശ്വരമായ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോകാമാവുന്ന സാഹചര്യം കടന്നു പോകുമ്പോഴും നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ വീഴ്ച വന്നാൽ, ആ വീഴ്ചയെ കണ്ടുകൊണ്ട് അനുതാപത്തോടുകൂടി ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നഷ്ടപ്പെട്ടതായ നമ്മുടെ ബന്ധത്തെ പുനർക്രമീകരിച്ചുകൊണ്ട് വീണ്ടും ദൈവമായിട്ട് ചേർന്നുകൊണ്ട് ദൈവത്തോട് സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ് യഥാർത്ഥമായി കർത്താവിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി. ഒരു നിമിഷം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതേ ട്രാക്കിൽ കൂടി മുൻപോട്ട് പോവുകയാണോ ചെയ്യുന്നത്, അതോ നഷ്ടപ്പെട്ടതായ ബന്ധത്തെ ക്രമീകരിക്കുവാൻ തക്കോണം ദൈവമായി വീണ്ടും അടുത്തു വരുവാൻ അനുതാപത്തോടുകൂടി, കണ്ണുനീരോടുകൂടി, വിഷമത്തോടുകൂടി കർത്താവ് കരഞ്ഞുകൊണ്ട്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, നിന്നിൽ നിന്നും, നിന്റെ പദ്ധതിയിൽ നിന്നും, നിന്റെ സ്നേഹത്തിൽ നിന്നും, നീയുമായുള്ള ബന്ധത്തിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് വീണ്ടും കർത്താവുമായി ആ നഷ്ടപ്പെട്ട ബന്ധത്തെ ക്രമീകരിച്ചു വരികയാണെങ്കിൽ അവിടെയാണ് കർത്താവ് സന്തോഷിക്കുന്നത്. അതാണ് പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളം ധ്വനിക്കുമ്പോൾ, മധ്യാകാശത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവായ ദൈവജനങ്ങൾ അവന്റെ കാഹളധ്വനിയിൽ ഉയർക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പ്രസംഗങ്ങൾ ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആവണ്ണം വേല ചെന്നാൽ കർത്താവിന്റെ കാഹളധ്വനിയിൽ ഞാനും നിങ്ങൾ ഉയർക്കുന്നില്ല എങ്കിൽ, ആ നിത്യതയ്ക്ക് ആയിട്ട് മാറുന്നില്ലെങ്കിൽ, നാം ചെയ്തത് എല്ലാം വൃദ്ധാവായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദാവീദ് പറയുന്നത്, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഓർക്കുക, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആരും അറിയുന്നില്ലായിരിക്കാം, ആരും എന്നാൽ അത് കാണുന്ന ഒരുവനുണ്ട്, അതറിയുന്ന ഒരുവനുണ്ട്. അവനാണ് ദൈവം. ആ ദൈവത്തെ മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു വ്യക്തമായ ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ, അതാണ് പറഞ്ഞത്, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ നാമത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, അതിനെ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് ഇടപെടുന്നത്, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ സ്നേഹത്തോട് സംസാരിക്കും. എനിക്ക് നിങ്ങളുടെ ഉള്ളിനെ, നിങ്ങളുടെ ഹൃദയത്തിനെ, നിങ്ങളുടെ വിചാരങ്ങളെ എനിക്ക് അളക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം ഇടപെടുന്നത് വ്യക്തിയുടെ സംസാരം കണ്ടുകൊണ്ടോ അവൻ്റെ മാധുര്യമായ വാക്കുകൾ കേട്ടുകൊണ്ടോ ഒന്നുമല്ല. ദൈവം ഇടപെടുന്നത്, ദൈവം സംസാരിക്കുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, ദൈവം നിങ്ങളോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഉള്ളത്തെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ അവസ്ഥകളെ കണ്ടുകൊണ്ട് ദൈവം നിങ്ങളോട് ഇടപെടാനിടയാകും. അതാണ് മനുഷ്യൻ പുറമേ നോക്കുന്നു, എന്നാൽ ദൈവമോ അവൻ്റെ ഹൃദയത്തെ അളന്നു നോക്കുന്നു, തൂക്കി നോക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തോ പേരിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്നതെല്ലാം ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഹൃദയവിചാരം എന്താണ്, അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് വിചാരിക്കുന്നത്, ഇതിൽ കൂടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണോ, അതോ യഥാർത്ഥമായ ഞാൻ നീതിയോടെ നിഷ്കളങ്കതയോടെയാണോ ഈ കാര്യം ചെയ്യുന്നത്, ഇതിൽ ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ പ്രവർത്തിക്കുന്നത്, ഒരു വ്യക്തിയെ ഞാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ നിഷ്കളങ്കതയോടുകൂടി ചെയ്യുകയാണോ, അതോ ഞാൻ വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയാണോ ചെയ്യുന്നത്? ഇതെല്ലാം വേർതിരിച്ചറിയുന്നതായ, ഒരു തട്ടിൽ വെച്ച് തൂക്കി നോക്കുന്നതായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ദൈവത്തെ മറന്ന് നമുക്കൊന്നും പ്രവർത്തിക്കുവാനും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അത് നമ്മൾ ഒരുപക്ഷെ പേരിന് വേണ്ടിയാക്കും, പേരിന് വേണ്ടി പ്രശസ്തിക്കണം ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അതിലെല്ലാം മധ്യലും നമ്മെ തൂക്കി നോക്കുന്നവനായ, നമ്മുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുന്നതായ, നമ്മുടെ ഉദ്ദേശങ്ങളെ അറിയുന്ന, നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മുൻപിലാണ് പറയുന്നത്, അവൻ്റെ മുൻപിൽ സകല മുഴങ്കാലുകളും മടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിലുള്ളവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പലതും നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാലും നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ ഒളിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദാവീദോട് പറയുകയാണ്, ഹല്ലേലൂയ, അതിൻ്റെ 139 സങ്കീർത്തനത്തിൻ്റെ 24 വാക്യങ്ങൾ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എത്ര അത്ഭുതകരമായ വചനമാണ് അല്ലേ? പറയുക, എൻ്റെ ഹൃദയവിചാരങ്ങളെ നീ ഒന്ന് അറിയണമേ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കണമേ എന്നല്ല പറഞ്ഞത്. എൻ്റെ സംസാരം നീ ശ്രദ്ധിക്കണമേ എന്നല്ല പറഞ്ഞത്. ഞാൻ നിൻ്റെ മുമ്പിൽ എത്രത്തോളം ഭക്തനായിരിക്കുന്നു, ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെ ഓരോരോ കാര്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങൾ എങ്ങനെ ഞാൻ ചെയ്യുന്നു എന്ന് നോക്കണമേ എന്നല്ല പറഞ്ഞത്. കർത്താവേ, എൻ്റെ ഹൃദയ വിചാരങ്ങളെ നീ ഒന്ന് അറിയണമേ. പറയുകയാണ്, ദൈവമായിട്ട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നതായ, കർത്താവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നതായ ഒരു ഭക്തന് മാത്രമേ ദൈവമേ എൻ്റെ ഹൃദയ വിചാരത്തെ ഒന്ന് അറിയണമേ എന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുള്ളൂ. അതാണ് പറഞ്ഞത്, കർത്താവ് നീ എന്നെ എൻ്റെ ഹൃദയ വിചാരങ്ങളെ നീ നോക്കണമേ. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഹൃദയ വിചാരത്തെ മറ്റൊരു വ്യക്തിക്ക് കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലോകം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും, ലോകം ഇത്രത്തോളം ടെക്നോളജിയിൽ വളർന്നിട്ടും ഇന്നും മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്തത്, മനുഷ്യന് പിടികിട്ടുവാൻ കഴിയാത്തത്, മനുഷ്യന് ഏത് ടെക്നോളജിയിൽ കൂടിയും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിഷയമാണ് മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ, മറ്റൊരു മനുഷ്യൻ്റെ ചിന്തകളെ, മറ്റൊരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് എന്നത് കണ്ടുപിടിക്കുവാൻ ഒരു മെഷീൻസിനും ഒരു ടെക്നോളജിക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇല്ലേ, എന്തായിരുന്നു, എത്ര എളുപ്പമായിരുന്നു ഇല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പോലീസിൻ്റെ അരികിൽ ഒരു കള്ളനെ കൊണ്ട് നിർത്തിയിട്ട് ഈ വ്യക്തി യഥാർത്ഥമായി കുറ്റം ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അറിയുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് എത്ര എളുപ്പമായിരുന്നു. എന്നാൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇപ്പോഴുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ മനസ്സിനെ അറിയുവാൻ കഴിയുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മനസ്സിനെ അറിയുവാൻ കഴിയുന്നില്ല. വിശ്വാസികൾക്ക് ദൈവദാസൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയാൻ കഴിയുന്നില്ല. ദൈവദാസന്മാർക്ക് കൂടെ നടക്കുന്നതായ വിശ്വാസികളുടെ ഹൃദയവിചാരങ്ങളെ അറിയാൻ കഴിയുന്നില്ല. പ്രാണസ്നേഹിതന്മാർ, തൻ്റെ കൂടെ നിൽക്കുന്നതായ സ്നേഹിതന്മാർക്ക് പോലും തൻ്റെ കൂടെ സ്നേഹത്തോടെ നിൽക്കുന്നുവെങ്കിലും യഥാർത്ഥമായ അവൻ്റെ ഹൃദയവിചാരം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായി നഷ്ടപ്പെടാതെ നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ. അത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. കാരണം അവൻ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നുണ്ട്. അവൻ നമ്മെ വ്യക്തമായി കാണുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഒളിഞ്ഞിരുന്നാലും, എത്രത്തോളം നമ്മൾ മാറിയിരുന്നാലും, ഒരുപക്ഷെ നമ്മൾ മുൻപിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ ചെയ്യുന്നതും, നമ്മൾ ചിന്തിക്കുന്നതും, നമ്മൾ പ്രവർത്തിക്കുന്നതും, നമ്മുടെ അവസ്ഥയും എല്ലാം അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെയാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്താലും, നമ്മൾ നന്മ ചെയ്താലും, നമ്മൾ തിന്മ ചെയ്താലും, നമ്മൾ ദോഷം ചെയ്താലും അതിൻ്റെ എല്ലാം പ്രതിഫലമുണ്ട്. അതിൻ്റെ എല്ലാം മറുപടി കൊടുക്കേണ്ടതായ, എണ്ണം കൊടുക്കേണ്ടതായ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കേണ്ടതായ ഒരു സമയം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ല. നാം ചെയ്യേണ്ടത്, നാം ഏത് കാര്യം ചെയ്യേണ്ടത്, അത് ദൈവം നമ്മെ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവിലായിരിക്കുമ്പോൾ നമുക്കത് അത്ഭുതകരമായി, ദൈവത്തിന് പ്രസാദകരമായി ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, യോസേഫിൻ്റെ ജീവിതത്തിൽ അന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ ബൈബിളൊന്നുമില്ലായിരുന്നാൽ യോസേഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു തിരിച്ചറിവായിരുന്നു, ദൈവമായിട്ടുള്ള ബന്ധം. ദൈവം എന്നെ കാണുന്നുണ്ട്, ഈ ദൈവത്തെ മറഞ്ഞെനിക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. ആ ഒരൊറ്റ വിശ്വാസം,
ആ ഒരൊറ്റ വിശ്വാസവും ആഴമായ ആ ദൈവമുള്ള ബന്ധം മാത്രമായിരുന്നു യോസേഫിനെ പിടിച്ചു നിർത്തിയത്. അവൻ പാപത്തിൽ വീണു പോകാൻ ഇടയാകാതെ, ശത്രു അവനെ പാപത്തിൽ അകപ്പെടുത്താൻ നോക്കിയപ്പോൾ, അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ഒന്നിനു പിറകെ ഒന്നായിട്ട് കഷ്ടതകൾ കടന്നു വന്നപ്പോൾ, അവിടെയെല്ലാം യോസേഫിനെ നിലനിർത്തിയത്. നമുക്കിന്ന് കേൾക്കുവാൻ ഒരുപാട് വചനങ്ങളുണ്ട്, കേൾക്കുവാൻ പ്രസംഗങ്ങളുണ്ട്, മോട്ടിവേഷനുകൾ, വാക്കുകളെല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകായിരങ്ങളുണ്ട്. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ദൈവം എന്നെ കാണുന്നു എന്നുള്ള ഒരേ ഒരു തിരിച്ചറിവ് മാത്രമായിരുന്നു യോസേഫിനെ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ. ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവത്തിന്റെ മുൻപാകെയാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ ഒരൊറ്റ തിരിച്ചറിവാണ് യോസേഫിനെ പാപത്തിൽ വീണു പോകുവാൻ ഇടയാക്കാതെ വണ്ണം, അല്ലെങ്കിൽ കഷ്ടതകൾ വന്നപ്പോൾ തകർന്നു പോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എൻ്റെ അവസ്ഥകളെ അറിയുന്നുണ്ട് എന്നുള്ള ഒറ്റ തിരിച്ചറിവ് മാത്രം യോസേഫിനെ, ഹല്ലേലൂയ, അടിമയായി മിസ്രൈം ദേശത്തിലേക്ക് കടന്നു വന്ന മനുഷ്യനെ അവിടെ നിന്ന് ഉയർത്തി. ദൈവം ഓരോരോ കഷ്ടതകൾ കൂടിയും പ്രതിസന്ധികളുടെ നടുവിലും കടന്നു പോയിട്ടും ദൈവമുള്ള ബന്ധം നഷ്ടപ്പെടാതെ നിലനിന്നതുകൊണ്ട് അവസാനം യോസെഫിനെ നമുക്കറിയാം, മിസ്രൈമിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ദൈവം എടുത്തുയർത്തുവാൻ ഇടയായി. ഇതാ യോസെഫിന്റെ ജീവിതത്തിലുണ്ടായിരുന്നത്, ദൈവം എന്നെ കാണുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെയാണ്. ഈ ഒരേ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം മാത്രമാണ് അവനെ വീണു പോകാൻ ഇടയാകാതെ, പാപത്തെ വിട്ട് ഓടുവാൻ തക്കവണ്ണം അവനെ സഹായിച്ചത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാനിവിടെ ചുരുക്കട്ടെ. ഹല്ലേലൂയ, ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ, നിന്റെ ഹൃദയത്തെ എൻ്റെ ദൈവമായ യഹോവേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവമേ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ദൈവമേ, നീ എൻ്റെ ഹൃദയ വിചാരത്തെ അറിയണമേ. നിന്നെ ദുഃഖിപ്പിക്കുന്നത്, നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമുക്കറിയാം, ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ പറഞ്ഞ സാക്ഷ്യം, അവൻ നേരുള്ളവനും ദോഷം വിട്ട് അകന്നും, നേരുള്ളവൻ നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ഹല്ലേലൂയ. കാരണം തൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, എന്തെങ്കിലും കഷ്ടത വന്നുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും താൻ ചോദിക്കുന്നത്, ദൈവമേ, നീ എൻ്റെ ഉള്ളത്തെ ഒന്ന് പരിശോധിക്കണമേ, എൻ്റെ ഹൃദയ വിചാരം ഒന്ന് അറിയണമേ. ദൈവമായി നമുക്ക് ഹൃദയത്തെ പങ്കുവെച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അഭേദ്യമായി ദൈവമായിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയുന്നത്. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തിയിൽ എല്ലായ്പ്പോഴും നമ്മൾ ചോദിക്കണം, കർത്താവേ, എൻ്റെ വിചാരങ്ങളെ നീ അറിയുന്നല്ലോ, എൻ്റെ അവസ്ഥകളെ നീ അറിയുന്നല്ലോ. നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ പ്രവൃത്തിയിൽ കൂടിയോ, എൻ്റെ ചിന്തയിൽ കൂടിയോ, എൻ്റെ നോട്ടത്തിൽ കൂടിയോ, ഭാവത്തിൽ കൂടിയോ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രിയമുള്ള, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ പിറകിലുള്ളതായ എൻ്റെയും നിങ്ങളുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കുന്നതായ സമയത്ത് നഥനയേൽ കടന്നു വന്ന് നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറയണം, ഞാൻ നിന്നെ കണ്ടു, നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു എന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും അറിയാവുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപ് തന്നെ, നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മെ അറിഞ്ഞ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാനും നിങ്ങൾ സേവിക്കുന്നത് ഒരു സാധാരണ ദൈവത്തെ അല്ല. നാം ഈ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുൻപ് തന്നെ എന്നെയും നിങ്ങളെയും കണ്ട് പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മളെ കാണുന്ന ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ വിചാരങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ പ്രവൃത്തിക്കും അനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ വേദനയിലാണെങ്കിൽ, നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ, കഷ്ടതയിലാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതെല്ലാം മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കുടുംബങ്ങളിലെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ്, എന്നെ കാണുന്നവൻ, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല, എന്നെ ഉൾക്കൊള്ളുവാൻ ആർക്കും കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മൾ ഭാരപ്പെടേണ്ട. മനുഷ്യരുടെ മുഖത്തെ നോക്കി, അവരുടെ നിരാശപ്പെടുത്തുന്ന വാക്കുകളെ നോക്കി നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. നമ്മെ കാണുകയും നമ്മെ മനസ്സിലാക്കുകയും
നമ്മെ കരുതുകയും ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ പോലും നമ്മെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. നമ്മൾ നീതിയോടെ അല്ലെങ്കിൽ സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലും ഒക്കെ ആയിരിക്കാം. എന്നാലും നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. ഇതെല്ലാം കാണുകയും ഹല്ലേലൂയ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന, നിന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന, നിന്റെ കൂടെ നിൽക്കാമെന്ന് പറയുക മാത്രമല്ല കൂടെ നിൽക്കുകയും ചെയ്യുന്ന, നിന്നെ പ്രാണനെ തുല്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. അതാണ് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ, ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിട്ടുള്ളത്, ഹല്ലേലൂയ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമുക്ക് എതിരായി വന്നാലും നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. കാരണം ഹല്ലേലൂയ, ഒന്നോർക്കുക, സ്തോത്രം, ഈ ലോകത്തിൽ നമ്മൾ ഹല്ലേലൂയ നീതിക്ക് വേണ്ടി നിന്നിട്ട്, സത്യസന്ധതയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിന്നിട്ട് നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. നമ്മെ നിത്യരാജ്യത്തിൽ നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, ഹല്ലേലൂയ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത്, തകർന്നെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരൊഴുക്കുന്നത്, ഹല്ലേലൂയ, ആരും അറിയാതെ മുറിക്കുള്ളിലിരുന്ന് തേങ്ങിക്കരയുന്നത്, ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം ഹല്ലേലൂയ നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രതിഫലം അവൻ നൽകാനിടയാകും. നീ ചെയ്യുന്നത്, നീ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ ചെയ്യുന്നത്, ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നത്, ഒരുപക്ഷെ അതൊരു ഫ്ലെക്സിൽ വരത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ പേരിൽ കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ 10 പേർ നിന്നെ അറിയുന്നില്ലായിരിക്കാം. എന്നാലും നീ ആരും അറിയാതെ ഹല്ലേലൂയ മുറിയുടെ ഉള്ളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, നിഷ്കളങ്കതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കാണുകയും ഹല്ലേലൂയ നിന്നെ കരുതുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പരിപാലിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ, അതുകൊണ്ട് നമ്മെ ഈ ദിവസങ്ങളിൽ പിടിച്ചു നിർത്തേണ്ടത് ഹല്ലേലൂയ സാഹചര്യങ്ങൾ അല്ല. ഹല്ലേലൂയ. നമ്മെ പിടിച്ചു നിർത്തേണ്ടത്, നമ്മെ ബലപ്പെടുത്തേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മെ ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കേണ്ടത് ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ള വിചാരങ്ങളായിരിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത്ഭുതത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ദൈവമായുള്ള ബന്ധത്തെ നമുക്കൊന്ന് പുതുക്കുകയാണെങ്കിൽ, കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിന്റെ ഹൃദയ വിചാരത്തെ അറിയണമേ, എന്നെ തൂക്കി നോക്കണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മെ ദൈവം നടത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, അതെല്ലാം ദൈവം മാറ്റുവാൻ ഇടയാകും. നിന്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും. നിനക്ക് ഒരു ദിവസമുണ്ട്. ദൈവം നിന്നെ ഹല്ലേലൂയ പുറത്തെടുക്കുന്നതായ, നിന്നെ ദൈവം ഹല്ലേലൂയ ജനത്തിന്റെ മുൻപിൽ നിർത്തുന്നതായ ഒരു ദിവസമുണ്ട്. കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ ആരും അറിഞ്ഞില്ല. ഹല്ലേലൂയ അവന്റെ വേദനകൾ അറിഞ്ഞില്ല, വിഷമങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ ഒരു ദിവസം ഹല്ലേലൂയ അവനെ കണ്ടവനായ ദൈവം അവനെ പുറത്തെടുത്തു. ഇസ്രായേലിന്റെ രാജപദവിയിൽ അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് അവനെ ഇരുത്തി. ഇന്ന് വരെ അതിനു മുമ്പ് ഹല്ലേലൂയ ഇസ്രായേലിനെ ഭരിച്ചതായ, അത്രത്തോളം ശ്രേഷ്ഠതയോടെ ഭരിച്ചതായ ഒരു രാജാവും ഉണ്ടായിട്ടില്ല. ചരിത്രത്തിന്റെ താളുകളിൽ ദാവീദിന്റെ പേർ രേഖപ്പെടുത്തുവാനിടയായി. ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുവാൻ തക്കവണ്ണം ദാവീദിന്റെ ഭരണകാലത്തെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരു ദിവസം നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. അപ്പോഴാർക്കും തടയുവാൻ കഴിയത്തില്ല. ഒരു ദുഷ്ടന്റെ തന്ത്രങ്ങൾക്കും നിന്നെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾക്കോ പ്രതിസന്ധികൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും നിന്നെ തടയുവാൻ കഴിയത്തില്ല. നിന്നെ കാണുന്നവൻ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ അറിയുന്നവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് മാനം നൽകുന്ന ഒരു ദിവസമുണ്ട്. നിനക്കൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ യോസേഫിന്റെ ജീവിതത്തിൽ തന്റെ സഹോദരങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു. ഒന്നുമില്ലാത്തവനായിട്ട് ഹല്ലേലൂയ അവനെ ഉപേക്ഷിക്കുവാനിടയായി, അവനെ വിറ്റുകളയുവാനിടയായി. എന്നാലും ദൈവമായി അഭേദ്യമായുള്ള ഒരു ബന്ധം പുലർത്തിയിരുന്നതായ യോസേഫ്, ദൈവം കണ്ടവനായ യോസേഫിനെ ദൈവം
പുറത്തെടുത്തു. മിസ്രൈമിന്റെ രാജപദവിയിൽ, മിസ്രൈമിന്റെ പ്രധാനമന്ത്രി പദത്തിൽ കൊണ്ട് നിർത്തിയപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അന്ന് തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിക്കളഞ്ഞവരായ തൻ്റെ സഹോദരങ്ങൾ, 20 വെള്ളിക്കാശിന് തന്നെ വിറ്റുകളഞ്ഞവരായ തൻ്റെ സഹോദരങ്ങൾ ഇതാ കൈ നീട്ടിക്കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ആ ദൈവം എത്രത്തോളം ഒരു വലിയ നീതിയാണ് പുലർത്തുന്നത് ഓർക്കണം. ഹല്ലേലൂയ. തൻ്റെ ഭക്തനെ നിന്ദിച്ചവൻ്റെ, അല്ലെങ്കിൽ തൻ്റെ ഭക്തനെ ഹല്ലേലൂയ വിറ്റുകളഞ്ഞവരെ തൻ്റെ ആ ഭക്തന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെത്രത്തോളം ഒരിക്കലും യോസേഫിനെ പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് യോസേഫ് ഓടിച്ചെന്ന് കരയാനിടയായി. ഈ ദിവസങ്ങളിൽ ഓർക്കുക, എന്നെ നിങ്ങൾ നിന്ദിക്കുകയാണ്, ദൈവത്തിൻ്റെ പൈതലായിരിക്കുമ്പോൾ അവരെ നിന്ദിക്കുകയാണെങ്കിൽ, അവരെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ, അവർക്കെതിരെ നിൽക്കുകയാണെങ്കിൽ, അവരുടെ മുൻപിൽ കൊണ്ടു നിർത്തക്കവണ്ണം ദൈവം അവരോട് നീതി ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. ശത്രുവിനെ നിന്റെ മുൻപിൽ ഇല്ലാതാക്കുന്ന ദൈവമാണ്. ശത്രുവിനെ നിന്റെ മുൻപിൽ മുഴങ്കാലം അടക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ നമ്മൾ സേവിച്ചാൽ, ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ സമയത്തെ വിനിയോഗിച്ചാൽ, ഈ കർത്താവിനോട് അഭേദ്യമായ ബന്ധം പുലർത്തിയാൽ, ഹല്ലേലൂയ, നമ്മളൊന്നും ഭാരപ്പെടേണ്ടതില്ല. ഈ ദൈവം നമ്മെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടയാകും. നീ ഏതെല്ലാം പ്രതിസന്ധിയിലാണോ, ദുഃഖത്തിലാണോ, ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. അത്ഭുതകരമായ ദൈവം വിടുതൽ തന്നുകൊണ്ട് ശത്രുവിൻ്റെ മുൻപാകെ മേശയൊരുക്കി മാനിക്കുന്ന ദൈവം ഹല്ലേലൂയ നിന്നെയും നടത്തുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് അത്ഭുതകരമായ ദൈവം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകും. മുൻനാളുകളെക്കാൾ ഉപരിയായി ശ്രേഷ്ഠമായ രീതിയിൽ നമ്മെ ദൈവം നടത്തുവാൻ ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവദാസന്മാരും സഹോദരന്മാർക്ക് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നുവോ, നിങ്ങൾ ഒന്നിനാലും വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കർത്താവ് നമ്മെ കാണുന്നുണ്ട്, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. നിന്നെ അറിയുന്ന ദൈവമാണ്, നിന്നെ പ്രാണനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ദൈവമാണ് നിന്നെ കാണുന്നതുള്ള ഒരു ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. നിന്റെ കണ്ണുനീരിനെ മറികടന്നവൻ കടന്നു പോവുകയില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പ്രയർ മീറ്റിംഗിൽ വന്ന ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ അടിയന് അവസരം തന്ന അതിൻ്റെ ഭാരവാഹികൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഹല്ലേലൂയ. അനേകായിരങ്ങളുടെ നടുവിലേക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസരിപ്പിക്കുവാൻ തക്കവണ്ണം, ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന ഗ്രൂപ്പിനെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ദൈവം മുമ്പാകെ അഭ്യർത്ഥിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹമായ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേക അടിന് സേവിച്ചുകൊണ്ടിരിക്കുന്ന ശേഷം മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പാ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ കാണുകയും ഞങ്ങളെ അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടല്ലോ. അപ്പാ, ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. അപ്പാ, ഞങ്ങൾക്ക് മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ കഴിയും. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ, ഞങ്ങളുടെ വ്യക്തമായ ഞങ്ങളുടെ ഹല്ലേലൂയ ഇൻറ്റൻഷനെ തിരിച്ചറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന, ഞങ്ങളുടെ വിചാരങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവിൻ്റെ മുൻപാകെയാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. കർത്താവ്, ഈ ഒരു തിരിച്ചറിവോടുകൂടി ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവെ, ഈ ദിവസം ഞങ്ങളുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അപ്പ, ഏറ്റവും അനുഗ്രഹപ്രദമായ കർത്താവ് ഞങ്ങളെല്ലാവരെയും നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് മാനിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രമെല്ലാം ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച പൊന്ന് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ പൊന്നുപിതാവേ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.